പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇൻകം ടാക്സിൻ്റെ പുതിയ സൈറ്റാണിത്. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇ ഫയൽ ചെയ്യുന്നതിനായി നമ്മുടെ കൈവശം ഫോം നമ്പർ 16 മറ്റ് ഡോക്യുമെൻസും അതോടൊപ്പം 26 AS ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന 26 AS കൈവശം വയ്ക്കുന്നത് നന്നായിരിക്കും. 26 AS അതിലെ ടാക്സ്, അഡ്വാൻസ് ടാക്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകുന്നതാണ്. 26 AS ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തതയില്ലാത്തവർക്ക് എൻ്റെ വീഡിയോ ഇപ്പോൾ ഐ ബട്ടണിൽ നൽകുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഫയൽ ചെയ്യാനായി ആദ്യം നമ്മൾ രജിസ്റ്റേർഡ് യൂസർ ആണെങ്കിൽ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ആദ്യം നമ്മൾ നൽകേണ്ടത് നമ്മുടെ പാൻ നമ്പറാണ്. യൂസർ ID എന്നുള്ളത് പാൻ നമ്പറാണ് നൽകേണ്ടത്. പാൻ നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. പാൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ വഴി റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. ഇനി ഈ ഫയൽ ചെയ്യാനായി ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളതിൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ള ലിങ്ക് വഴി എന്നുള്ള ഓപ്ഷൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വ്യൂ 26 AS എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് 26 AS ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യം പറഞ്ഞ 26 AS. ഇവിടെ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് കൊടുക്കുന്നു. അസസ്മെൻറ്റ് ഇയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അസസ്മെൻറ്റ് ഇയർ ആയതുകൊണ്ട് 2021-22 എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ ഇയർ അല്ല, അസസ്മെൻറ്റ് ഇയർ ആയതുകൊണ്ട് 2021-22. തുടർന്ന് നമുക്ക് ഇവിടെ ഒന്നും കൊടുക്കേണ്ടതില്ല. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തായി മോഡ് ഓഫ് ഫയലിംഗ് ഓൺലൈൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ പകുതിയായി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തായി സ്റ്റാറ്റസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇൻഡിവിജ്വൽ എന്ന് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഏത് ഫോമാണ് ITR ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ITR ഫോം. ഇവിടെ നമുക്ക് അതിൽ വ്യക്തതയില്ല എങ്കിൽ നമുക്ക് ഹെൽപ്പ് മീ ഡിസൈഡ് ITR ഫോം ടു ഫയൽ എന്നുള്ളതിൻ്റെ താഴെ പ്രൊസീഡ് എന്ന് കിടക്കേണ്ട. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ITR 1 എന്ന് സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇൻകം ടാക്സ് ITR 1 ഇൻകം ടാക്സ് റിട്ടേൺ. ഇവിടെ നമ്മൾ നമ്മുടെ കൈവശം ഫോം 16 അതുപോലെ ഹൗസ് റെൻറ്റ് റിസിപ്റ്റ് അങ്ങനെ ആവശ്യമായ ആളുകൾക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. നമ്മൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഫയൽ ചെയ്യാനായി ആരംഭിക്കുകയാണ്. തുടർന്ന് നമ്മൾ ആദ്യത്തെ ചോദ്യം ആർ യു ഫില്ലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ എനി ഓഫ് ദ ഫോളോയിങ് റീസൺ. ഏത് കാരണങ്ങൾ കൊണ്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. വിവിധ കാരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് നമ്മുടെ വിവരങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നും അത് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്ത് പോകണമെന്നുള്ളൊരു മെസ്സേജ് കാണാം. ഇവിടെ നമ്മൾ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ആദ്യമായിട്ട് പേഴ്സണൽ ഇൻഫർമേഷനാണ് ചെക്ക് ചെയ്യാനായി ലഭ്യമാകുന്നത്. പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളതിൻ്റെ നേരെ നമ്മുടെ പാൻ നമ്പറും അതിൻ്റെ നേരെ ഒരു ആരോയും കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എന്നിവ നൽകിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റും ഒരു പേനഡ് സിമ്പിളുമായിട്ട് ലഭ്യമായിട്ടുണ്ട്. എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്താവുന്നതാണ്. തുടർന്ന് നമ്മൾ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതിൽ ഏതാണ്, സ്റ്റേറ്റ് ആണോ സെൻട്രലാണോ പെൻഷനർ അങ്ങനെയുള്ള അതിലേതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് ഫയലിംഗ് സെക്ഷനാണ്. ഫയലിംഗ് സെക്ഷനിൽ വിവിധ സെക്ഷനുകൾ നമുക്കവിടെ കാണാം. ആദ്യം കാണുന്നത് 139(1) ആണ്. ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫയൽ ചെയ്തതാണ്. 139(4) ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ലേറ്റായി ഫയൽ ചെയ്യുന്നതാണ്. റിവൈസ്ഡ് റിട്ടേൺ ആണ് 139(5). ഇതുകൂടാതെ നോട്ടീസ് പ്രകാരം നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ സെക്ഷനാണ് നോട്ടീസിലുണ്ടാകും. അടുത്തതായി നിങ്ങൾ ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇപ്പോൾ ഓൾഡ് റെജീം, ന്യൂ റെജീം ലഭ്യമാണ്. ഓരോരുത്തർക്കും മെച്ചമുള്ളത് ഏതെന്ന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതും അതനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതുമാണ്. ഇവിടെ നോ എന്ന് കൊടുക്കുന്നു, കാരണം പുതിയ റെജീം സെലക്ട് ചെയ്യുന്നില്ല. അടുത്തതായി ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് റീഫണ്ട് വല്ലതും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇവിടെ ഈ വാലിഡേറ്റ് ചെയ്ത് ഇവിടെ ആക്റ്റീവാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്.
ഈ അക്കൗണ്ടിലേക്കായിരിക്കും. നമ്മൾ പല അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേംഡ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായി ഇൻകമാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ളതിൻ്റെ നേരെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻകം ഡീറ്റെയിൽസ് കൺഫേം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രീ ഫിൽഡായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കാണാം. അതിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ആദ്യം വരുന്ന സാലറി എക്സംഷൻസ് ആണ്. നമുക്ക് ഇതിലേതാണോ ബാധകമായിട്ടുള്ളത് അതിൽ എസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാകും. വീട്ടുവാടക എക്സംപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. വീട്ടുവാടക എക്സംപ്റ്റ് ചെയ്യുന്നവർ ഇവിടെ എസ് കൊടുത്ത് അവിടെ തുക എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് എല്ലാം കഴിഞ്ഞ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇൻകം ഡീറ്റെയിൽസ് കൊടുക്കുന്നത് 3 കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇവിടെ ഇൻകം ഫ്രം സാലറി എന്നുള്ളതാണ് ആദ്യം കാണുന്നത്. അതിൽ എഡിറ്റ് കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് മാറ്റം വരുത്തേണ്ടത് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രീ ഫിൽഡ് വാല്യൂസ് ഇല്ല എങ്കിൽ നമ്മൾ ആ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ എഡിറ്റ് കൊടുത്തത് കൊണ്ട് ഇവിടെ എക്സംഷൻ്റെ വിവിധ ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അതിൽ നമുക്ക് ബാധകമല്ലാത്തത് ഡിലീറ്റ് ചെയ്ത് മാറ്റം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോന്നായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നു. ബാധകമായിട്ടുള്ളത് കൊടുക്കാം, അല്ലാത്തത് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ളത് കൊടുക്കുക, അല്ലാത്തതും ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നു. അടുത്ത സാലറി ഡീറ്റെയിൽസാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഗ്രോസ് സാലറി എന്ന് കാണാം. ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറിയുടെ ഒപ്പം DA, HRA, CCA, DAGR, പേ റിവിഷൻ അരിയർ തുടങ്ങി എല്ലാം ചേരുന്ന സാലറിയാണ്. ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള കോളത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിലേക്ക് അത് കയറി വരികയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കൃത്യമായിട്ടത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് താഴെ എക്സെപ്ഷൻ എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് കുറച്ചിട്ടുള്ള സാലറി, നെറ്റ് സാലറി ആയിട്ട് വരും. ഇനി ഗവൺമെൻറ് നൽകുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ് നമ്മൾ 50,000 രൂപ ഡിഡക്ഷനായിട്ട് കാണിക്കുന്നത്. ആ 50,000 രൂപ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. തുടർന്ന് പ്രൊഫഷണൽ ടാക്സ് അടച്ചത് 2,500 രൂപയാണ്. ഇവിടെ 2,500 എന്ന് എൻ്റർ ചെയ്യുന്നു. പ്രൊഫഷണൽ ടാക്സ് എൻ്റർ ചെയ്യേണ്ടത് ഇവിടെയാണ്. തുടർന്ന് ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ് എന്ന് പറഞ്ഞ് പ്രൊഫഷണൽ ടാക്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് ഇവിടെ വരുന്നു. അത് നമ്മൾ സേവ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ ഇൻകം ഡീറ്റെയിൽസിൽ രണ്ടാമത്തേതായിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് എത്തും. പ്രത്യേകിച്ചും ഹൗസിംഗ് ലോണുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ആണ് നമ്മുടെ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് എൻ്റർ ചെയ്തുള്ള ഓപ്ഷൻ ലഭ്യമാകും. ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് കാണാം. ഇവിടെ ഏത് തരം ഹൗസാണെന്നുള്ളതാണ്. നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഹൗസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ളതാണ് ഓരോന്നിലും സെലക്ട് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ, നമ്മുടെ ഹൗസിംഗ് ലോണിൻ്റെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ആകെ പലിശയാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പലിശ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇൻകം അണ്ടർ ദ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളിടത്ത് മൈനസായിട്ട് ആ ഇൻകം വന്നിട്ടുണ്ടെന്ന് വെരിഫൈ ചെയ്ത് അത് ആഡ് കൊടുത്ത് അത് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതിൽ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തു. അടുത്തതായിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഡിവിഡൻഡ് ഇൻകം, അതുപോലെ നമ്മുടെ ഡെപ്പോസിറ്റിന് വരുന്ന ഇൻട്രസ്റ്റ് തുടങ്ങിയവ എൻ്റർ ചെയ്യുന്നവിടെയാണ്. ഡിവിഡൻഡ് ഇൻകം ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിവിഡൻഡ് ഇൻകം എൻ്റർ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്
കമ്പനി ലാഭവിഹിതം നൽകുന്നതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ചിലപ്പോൾ ഇൻ്ററിം ഡിവിഡൻറ്റും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് 26ASൽ ഇത് ടാക്സബിൾ ആയതുകൊണ്ട് അത് അവിടെ ടാക്സ് അടച്ച് 26ASൽ ലഭ്യമാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 26AS വെരിഫൈ ചെയ്ത് അത് ഏത് പീരീഡിലാണെന്നുള്ളതും അതിൽ വ്യക്തമായിട്ടുണ്ടാകും. അത് കൃത്യമായിട്ട് ആ പീരീഡ് തന്നെ നോക്കി എൻ്റർ ചെയ്ത് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് പീരീഡിലൊക്കെയാണ് ഡിവിഡൻറ്റ് ലഭ്യമായിട്ടുള്ളത് നോക്കി അത് കൃത്യമായിട്ട് ആ പീരീഡിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എൻ്റർ ചെയ്ത് കൊടുത്ത് സേവ് ടാബ് ചെയ്ത് കഴിയുമ്പോൾ അത് എമൗണ്ട് അതിൽ വരും. അതിന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് SB അതുപോലെ FD ഇങ്ങനെ തുടങ്ങിയ ഡെപ്പോസിറ്റുകളിലെല്ലാം വരുന്ന ഇൻട്രസ്റ്റ്, നമുക്ക് കിട്ടുന്ന ഇൻകം, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിന് ആഡ് അനദർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അത്തരത്തിൽ ഏതാണ് നമുക്ക് ബാധകമായിട്ടുള്ളത്. ആദ്യത്തെ SB ആണ്, പിന്നെ FD ഇൻട്രസ്റ്റ് ഉണ്ട്, ഫാമിലി പെൻഷൻ, അങ്ങനെ ഓരോന്നും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് ബാധകമായിട്ടുള്ളത് അതിൻ്റെ നേരെ താഴെയായി കാണുന്ന യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാകുന്നതാണ്. ഇവിടെ FD ഇൻട്രസ്റ്റിൻ്റെ ഇൻകം ഫ്രം ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൽ എസ് കൊടുത്ത് നമ്മൾ ആ ഇൻകം എൻ്റർ ചെയ്തു. തുടർന്ന് കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സ് എല്ലാം ആഡ് ചെയ്തു. ആദ്യം സാലറി ഇൻകം, അങ്ങനെ 3 സെക്ഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ കാണാവുന്നതാണ്. ഓരോ ഘട്ടമായിട്ട് അങ്ങനെ കൺഫേം ചെയ്ത് പോകുന്ന രീതിയാണ് സൈറ്റിൽ ഉള്ളത്. അവിടെ കൺഫേം ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷനാണ് ഇനി അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഓൾറെഡി പ്രീ ഫിൽഡായിട്ട് 1.5 ലക്ഷം വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഏതെങ്കിലും ഉണ്ട് എന്ന് ചെക്ക് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 80Cയിൽ 1.5 ലക്ഷമാണ് വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം ഡു യു എഗ്രി വിത്ത് ദ ഇൻഫർമേഷൻ എന്നോടൊപ്പം യെസ് ആണ് എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ എഗ്രി ചെയ്യുന്നെങ്കിൽ. അടുത്ത മെഡിക്കൽ ഇൻഷുറൻസ് നോക്കാം. മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ 80D ഷെഡ്യൂൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇവിടെയാണ് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ നമ്മൾ കൊടുക്കുന്ന യെസ് കൊടുക്കുന്നു. അപ്പോൾ താഴെ വരുന്ന കാണാം ഷെഡ്യൂൾ 80D ഈസ് റിക്വയർഡ് ടു ബി ഫിൽഡ്. അത് നമ്മൾ പിന്നീടാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അത് എസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. തുടർന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഡിഡക്ഷൻസിൽ ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഡിഡക്ഷൻസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ അമർത്തുന്നു. ഡിഡക്ഷൻ സെക്ഷൻ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കണ്ടിന്യൂ അമർത്തി കഴിയുമ്പോൾ ഡിഡക്ഷൻസ് വെരിഫൈ ചെയ്യാനുള്ള സ്ക്രീനിലേക്ക് വരികയാണ്. വെരിഫൈ യുവർ ഡിഡക്ഷൻസ്. അതിൽ നമ്മൾ 80Cയിൽ ഉള്ള ഡിഡക്ഷൻസ് ഓരോ വ്യക്തികൾക്കുമുള്ള എത്രയാണ് ഉള്ളതെന്നുള്ളത് കൊടുക്കുക. 1.5 ലക്ഷം വരെയാണ് മാക്സിമം സാധ്യമാകുന്നുള്ളത്. അടുത്തത് 80D സെക്ഷനാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലിക്ക് ചെയ്ത് എസ് കൊടുത്തെങ്കിലും ഇവിടെ 0 ആണ് കാണുന്നത്. കാരണം ഷെഡ്യൂൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ആ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഡിഡക്ഷൻസ് നമുക്ക് ലഭ്യമാവുക. ഇവിടെ വെദർ യു ഓർ എനി ഓഫ് യുവർ ഫാമിലി മെമ്പർ എക്സ്ക്ലൂഡിങ് പേരൻസ് ഇസ് എ സീനിയർ സിറ്റിസൺ എന്ന ചോദ്യമുണ്ട്. ഇവിടെ നോ കൊടുക്കുന്നു. അത് സീനിയർ സിറ്റിസൺ അനുസരിച്ച് നമ്മുടെ ക്ലെയിം ചെയ്യാവുന്ന എമൗണ്ടിലൊക്കെ മാറ്റമുള്ളതുകൊണ്ട് അത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് അത് കൃത്യമായിട്ട് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നോ സെലക്ട് ചെയ്ത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ പേ ചെയ്തിരിക്കുന്ന ഈ ഫിനാൻഷ്യൽ ഇയറിലെ എമൗണ്ട് എൻ്റർ ചെയ്തു. അടുത്തായി വെദർ എനി ഓഫ് യുവർ പേരൻസ് ഇസ് എ സീനിയർ സിറ്റിസൺ അങ്ങനെ ചോദ്യമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും
അത് ബാധകമായിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിനെല്ലാം ക്ലെയിം ചെയ്യാവുന്ന എമൗണ്ടുകൾക്കും കണ്ടീഷനുകൾക്കും ഒക്കെ മാറ്റമുള്ളതുകൊണ്ട് അതാത് ആളുകൾക്ക് ബാധകമായിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ നമ്മുടെ ഡിഡക്ഷൻസ് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യേണ്ട പേജിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഓരോ വെരിഫൈ ചെയ്യുന്നു. ATG സെക്ഷനിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. അതുപോലെ ഓരോരുത്തർക്കും ബാധകമായിട്ട് വേറെ ഏതെങ്കിലും എൻ്റർ ചെയ്ത് ഡിഡക്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. ടോട്ടൽ ഡിഡക്ഷൻസ് നമുക്കിവിടെ ആകെ ഡിഡക്ഷൻസ് നമുക്കിവിടെ കാണാം. നമ്മുടെ ഡിഡക്ഷൻസ് എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാം ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്ത് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തി നമുക്ക് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഏതെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെക്ഷൻ അനുസരിച്ച് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ്. ഈ ടോട്ടൽ ഡിഡക്ഷൻസ് കൺഫേം ചെയ്ത എമൗണ്ട് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മളത് കൺഫേം ചെയ്യുന്നു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഡിഡക്ഷൻസും കൺഫേം ചെയ്തു. ഇത്രയും കഴിഞ്ഞു. അടുത്തത് ടാക്സ് പെയ്ഡ് എന്നുള്ള സെഷനിലേക്ക് കടക്കാം. ആദ്യം കാണുന്നത് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDS ഓൺ സാലറി ഇൻകം. TDS ഓൺ സാലറി, TDS അതർ ദാൻ സാലറി, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. അതിൽ ഏതിലാണോ ഉള്ളത് അത് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടാക്സ് പെയ്ഡ് എന്നുള്ള സെക്ഷനും കൺഫേം ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി, ടാക്സ് ലയബിലിറ്റിയാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ്, അതിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ടാക്സ് ലയബിലിറ്റി എത്രയുണ്ടെന്നുള്ളതാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം, നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ്. മൂന്നാമതായി കാണുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻസ് കുറച്ചിട്ടുള്ള ടോട്ടൽ ഇൻകമാണ്, ടാക്സബിൾ ആയിട്ടുള്ള ഇൻകമാണ് ആ കാണുന്നത്. ഇനി അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. 5754 രൂപയാണ് ഈ ഇൻകത്തിൽ, ടോട്ടൽ ഇൻകത്തിൽ ടാക്സ് പേയബിൾ ആയിട്ട് വരുന്നത്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A, 87A എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം 5 ലക്ഷം വരെയുള്ളവർക്ക് നൽകുന്ന റിബേറ്റാണ്. 12,500 രൂപ വരെ റിബേറ്റ് ലഭിക്കും. ഇവിടെ 5754 രൂപയാണ് ടാക്സായി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ എമൗണ്ട് പൂർണ്ണമായും റിബേറ്റായി ലഭിക്കും. ടാക്സ് എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ടാക്സ് എമൗണ്ടിൻ്റെ കൂടെ സെസ്സും ചേർത്ത് ഉള്ള എമൗണ്ട് ടോട്ടൽ ടാക്സ് ആൻഡ് സെസ് എന്ന് വരും. തുടർന്ന് കാണുന്ന റിലീഫ് അണ്ടർ സെക്ഷൻ 89 എന്നുള്ളത് അരിയറായി സാലറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അരിയർ മുൻ വർഷങ്ങളിലെ അരിയർ അതാത് വർഷങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ റിലീഫ് എത്ര കിട്ടുന്നോ അതിവിടെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇത്രയെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ടാക്സ് നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ്, ഫീ എന്നിവ ചേർത്ത് ലാസ്റ്റ് ടോട്ടൽ ടാക്സ് എത്രയെന്ന് അവിടെ കാണാം. അവിടെ നമ്മൾ കൺഫേം ചെയ്യുന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ കേസിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിപ്പോയത്. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടാകാം. അത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ ഫോം നമ്പർ 16 അതുപോലെ തന്നെ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഫയൽ ചെയ്യുന്നതിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾക്ക് പൊതുവായ ഒരു ധാരണ കിട്ടുവാൻ ഇത് ഉപകരിച്ചു എന്ന് കരുതുന്നു. ഇവിടെ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് ലെറ്റ്സ് വാലിഡേറ്റ് യുവർ പ്രീ ഫിൽഡ് റിട്ടേൺ എന്ന് കാണാം. നമുക്ക് നമ്മൾ ചെയ്ത 5 ഘട്ടങ്ങളും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ കടന്നുപോയ സ്റ്റെപ്പുകൾ നമുക്ക് കാണാം. 5 സ്റ്റെപ്പുകൾ കാണിച്ചിട്ടുണ്ട്. പേഴ്സണൽ ഇൻഫർമേഷൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ്, ടാക്സ് പെയ്ഡ്, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. ഇനി ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. വാലിഡേറ്റ് റിട്ടേൺ, കൺഫേം യുവർ റിട്ടേൺ സമ്മറി, വെരിഫൈ ആൻഡ് സബ്മിറ്റ്. ഇതിൽ നമ്മൾ വാലിഡേറ്റ് റിട്ടേൺ എന്നുള്ള സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നു. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യു നീഡ് ടു മേക്ക് പേയ്മെൻറ്റ് ഓഫ് റുപ്പീസ് എന്നും പറഞ്ഞ് എത്ര എമൗണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വരും. ഇവിടെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ്, ടോട്ടൽ ടാക്സബിൾ ഇൻകം എന്നിവയെല്ലാം കാണാം.
ഇതിന് താഴെയായി ടോട്ടൽ ടാക്സ്, ഫീ ആൻഡ് ഇൻട്രസ്റ്റ്, ടോട്ടൽ ടാക്സ് പെയ്ഡ്, നമ്മൾ അടച്ചിരിക്കുന്ന ടാക്സ്, ടോട്ടൽ ടാക്സ് പെയ്ഡ് എന്നുള്ളത് കാണാം. ടോട്ടൽ ടാക്സ്, ഫീ ആൻഡ് ഇൻട്രസ്റ്റ് എന്നുള്ളതിൽ നിന്ന് ടോട്ടൽ ടാക്സ് പെയ്ഡ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള തുക എമൗണ്ട് പേയബിൾ എന്ന് കാണിക്കും. ഇവിടെ പേയബിൾ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പേ ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാകുന്നതാണ്. ഇനി തുടർന്ന് നമ്മൾ ഒന്നും കൂടി വെരിഫൈ ചെയ്ത് പ്രിവ്യൂ റിട്ടേൺ കൊടുക്കുന്നു. പ്രിവ്യൂ കാണുന്നതിനായി ഇവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് നമ്മളുടെ പേര്, ഫാദറിൻ്റെ പേര് എന്നിവ കോളങ്ങളിലില്ല എങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ടു പ്രിവ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ എല്ലാം പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകും. അത് മുഴുവൻ നമുക്ക് ചെക്ക് ചെയ്യാം. തുടർന്ന് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യാം. പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ നിന്നാണെങ്കിലുണ്ട്. അടുത്തതായി നമ്മൾ പ്രൊസീഡ് ടു വാലിഡേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് വന്നിരിക്കുന്നു. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എറർ മെസ്സേജ് വരികയും റെക്ടിഫൈ ചെയ്യുകയും വേണം. നമ്മൾ പ്രൊസീഡ് ടു വേരിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പല ഓപ്ഷനുകൾ കാണാം. ഈ വെരിഫൈ നൗ, ഈ വെരിഫൈ ലേറ്റർ, വെരിഫൈ വയ ITRV. ഈ വെരിഫൈ നൗ എന്നുള്ളത് ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യുന്ന. ഈ വെരിഫൈ ലേറ്റർ എന്നുള്ളതിൽ ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതും 120 ദിവസത്തിനുള്ളിൽ ഈ വെരിഫൈ ചെയ്യാവുന്നതുമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ പ്രിൻ്റ് എടുത്ത് ആ പ്രിൻ്റിൽ സൈൻ ചെയ്ത് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു കൊടുത്ത് വെരിഫൈ ചെയ്യുന്നതാണ്. 120 ദിവസത്തിനുള്ളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എത്തേണ്ടതായിട്ടുണ്ട്. ഈ വെരിഫൈ നൗ എന്നുള്ള ഓപ്ഷനിലൂടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാണ്. ഇനി ഹൗ ഡു യു വാണ്ട് ടു വെരിഫൈ? ഇവിടെ വിവിധ മെത്തേഡുകളുണ്ട്. ആധാർ OTP ഉപയോഗിച്ചുള്ള ആദ്യത്തെ മെത്തേഡ് ചൂസ് ചെയ്യുകയാണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ആധാർ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യാനുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ജനറേറ്റ് ആധാർ OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആധാറുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ഈ OTP എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഫയൽ ചെയ്ത റിട്ടേൺ വാലിഡേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ഫോം സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. കൺഫേം സബ്മിഷൻ ഓഫ് റിട്ടേൺ ഇപ്പോഴാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കത്തില്ല. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ റിവൈസ് റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെസ്സേജ് കാണാം, യു ഹാവ് സക്സസ്ഫുള്ളി ഫയൽഡ് ആൻഡ് വെരിഫൈഡ് യുവർ റിട്ടേൺ എന്നുള്ളത്. ഡൗൺലോഡ് ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കാണുന്നതാണ് അക്നോളജ്മെൻറ്റ്. ഇനി നമുക്ക് ഗോ ടു ഡാഷ്ബോർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫയൽ സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി അതിൻ്റെ റിട്ടേൺ ഫയൽഡ് ഓൺ കാണാം. പിന്നെ നമ്മുടെ ബാക്കി അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റുകൾ ഇവിടെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫയൽ റിവൈസ്ഡ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇനി റിട്ടേണിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കണമെങ്കിൽ ഫയൽ റിവൈസ് റിട്ടേൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ള മെനുവിൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളതിൽ വ്യൂ ഫയൽഡ് റിട്ടേൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫയൽ ചെയ്ത റിട്ടേണുകൾ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീടായാലും കാണുവാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. നന്ദി, നമസ്കാരം.